Our next program is circular queue using array. So using an array, how we implement circular queue. അതാണ് നമ്മുടെ ടോപ്പിക്ക്. We know that നമ്മൾക്ക് queue എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there are mainly two operations, NQ and DQ. NQ means insert an element into the circular queue. DQ means delete an element from circular queue. ഈ രണ്ട് ഓപ്പറേഷനാണ് മെയിൻ ആയിട്ടുള്ളത്. പിന്നെ ഇൻ അഡീഷൻ ടു ദീസ് ടു ഓപ്പറേഷൻസ് വിൽ ഡു ഡിസ്പ്ലേ ഓപ്പറേഷൻ ഓൾസോ. സോ എൻ ക്യു വാട്ട് ഈസ് എൻ ക്യൂവിൽ എന്തൊക്കെയാണ് നമ്മൾ കണ്ടീഷൻസ് ചെക്ക് ചെയ്യേണ്ടത് ബിഫോർ ഇൻസെർട്ടിങ് ആൻ എലമെൻറ്റ് ഇൻ ടു എ സർക്കുലർ ക്യൂ? വാട്ട് ആർ ദി കണ്ടീഷൻസ് വി നീഡ് ടു ചെക്ക്? സോ നമുക്കതൊന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് കണ്ടീഷൻ, ചെക്ക് വെദർ ദി ക്യൂ ഇസ് ഫുൾ. ക്യൂ ഫുള്ളാണോ എന്ന് ചെക്ക് ചെയ്യുക. ഫുള്ളാണെങ്കിൽ നമുക്ക് ഇൻസെർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫുള്ളാണെങ്കിൽ നമുക്ക് എന്തൊക്കെ കണ്ടീഷൻസാണ് ഫുള്ളാണെങ്കിൽ ചെക്ക് ചെയ്യുന്നത്? മെയിൻലി രണ്ട് കണ്ടീഷനാണ് ഫുള്ളാണെങ്കിൽ. അതായത് ഒന്ന്, ഫ്രണ്ട് സീറോയിലും റിയർ സൈസ് -1. അതായത് റിയർ ഒരു എൻഡിലും ഫ്രണ്ട് ബിഗിനിങ്ങിലും, റിയർ ലാസ്റ്റ് എൻഡിലും ഫ്രണ്ട് ബിഗിനിങ്ങിലാണെങ്കിൽ ക്യൂ ഫുള്ളാണ്. ദാറ്റ് ഈസ് ഫ്രണ്ട് ഈസ് ഈക്വൽ ടു 0 ആൻഡ് റിയർ ഈസ് ഈക്വൽ ടു സൈസ് -1. ഇങ്ങനെയാണെങ്കിൽ ക്യൂ ഫുള്ളാണ്. ഓർ അല്ലെങ്കിൽ എന്ത് സംഭവിക്കാം? ഫ്രണ്ട് ഈസ് ഈക്വൽ ടു റിയർ +1. ഫ്രണ്ട് എന്ന് പറയുന്നത് റിയർ +1 ആണെങ്കിൽ എന്ത് സംഭവിക്കും? ക്യൂ ഫുള്ളാണ്. അതായത് റിയറിനേക്കാളും ഒരു വാല്യൂ കൂടുതലാണ് ഫ്രണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിലും സർക്കുലർ ക്യൂ ഫുള്ളാണ്. അപ്പോൾ അതാണ് ആദ്യം ചെക്ക് ചെയ്യുന്നത്. ക്യൂ ഫുള്ളാണെന്ന് ചെക്ക് ചെയ്യുക. ഫുള്ളാണെങ്കിൽ നമ്മൾ എൻ ക്യൂ ഓപ്പറേഷൻ ഈസ് നോട്ട് പോസിബിൾ എന്ന് പ്രിൻ്റ് ചെയ്യുക, റിട്ടേൺ ചെയ്യുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ. ഇനി സപ്പോസ് അങ്ങനെ അല്ലെങ്കിൽ വി ക്യാൻ ഇൻസെർട്ട്. സോ ഇൻസെർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇൻസെർട്ട് ചെയ്യുന്നത് ഏതെൻഡിൽ ഇൻസെർട്ട് ചെയ്യുന്നത്? റിയർ എന്ന് പറയുന്ന എൻഡിലാണ് നമ്മൾ ഇൻസെർട്ട് ചെയ്യുക, അല്ലേ? നമ്മളെപ്പോഴും അറിയാം ക്യൂവിൻ്റെ ഡിലീറ്റ് ചെയ്യുന്നത് ക്യൂവിൻ്റെ ഫ്രണ്ടിൽ നിന്നും ഇൻസെർട്ട് ചെയ്യുന്നത് ക്യൂവിൻ്റെ റിയർ എൻഡിലുമാണ്. അപ്പോൾ റിയർ എൻഡിൽ നമ്മൾ ഇൻസെർട്ട് ചെയ്യുവാണ്. റിയർ എൻഡിൽ ഇൻസെർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് പൊസിഷനിലേക്കാണ് ഇൻസെർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ റിയർ ഏത് പൊസിഷനിലാണോ നെക്സ്റ്റ് പൊസിഷനിലേക്ക്. അപ്പോൾ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യണം. അപ്പോൾ ഇൻക്രിമെൻറ്റ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് പൊസിഷൻ, സപ്പോസ് ഇപ്പോൾ റിയർ നിൽക്കുന്നത് മാക്സ് -1 ആണ് നിൽക്കുക. അതായത് നമ്മുടെ സൈസ് -1 റിയർ ഇപ്പോൾ നിൽക്കുന്നെങ്കിൽ നെക്സ്റ്റ് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആയിരിക്കും, അല്ലേ? നമുക്കൊരു സർക്കുലർ ക്യൂ നോക്കിയാൽ അറിയാവുന്നതാണ്. ഇപ്പോൾ 10 എലിമെൻറ്റ്സ് ഉണ്ടെങ്കിൽ 9 എന്ന് പറയുന്ന പൊസിഷനിലാണ് ഇപ്പോൾ റിയർ എങ്കിൽ നെക്സ്റ്റ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. അതാണ് അടുത്ത് നമ്മൾ ചെയ്യുന്നത്. ഇഫ് റിയർ ഈസ് ഈക്വൽ ടു മാക്സ് -1 ആണെങ്കിൽ ദെൻ റിയർ ഈസ് ഈക്വൽ ടു 0. അതർവൈസ് ഇൻക്രിമെൻറ്റ് റിയർ ബൈ 1. ഓക്കെ. അല്ലെങ്കിൽ റിയർ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ പൊസിഷനായി. ഇനി നമുക്ക് ക്യൂ ഇൻസെർട്ട് ചെയ്യാം. അപ്പോൾ ക്യൂ ഓഫ് റിയർ ഈസ് ഈക്വൽ ടു ഡാറ്റ. ഓക്കെ. ഇൻസെർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെക്ക് ചെയ്യുക. സപ്പോസ് ഇപ്പോൾ നമ്മൾ ഇൻസെർട്ട് ചെയ്തത് ഫസ്റ്റ് എലമെൻ്റ് ആണെന്ന് വിചാരിക്കുക. ക്യൂവിലെ ഫസ്റ്റ് എലമെൻ്റ് ആണെങ്കിൽ നമ്മൾ അതാണ് ചെക്ക് ദി ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് എപ്പോഴും -1 ആയിരിക്കും ഇനീഷ്യലി, അല്ലേ? അപ്പോൾ ഫസ്റ്റ് എലമെൻ്റ് ആണെങ്കിൽ ഫ്രണ്ടിനെ 0 ആക്കുക. ഇതാണ് എൻ ക്യൂ ഓപ്പറേഷൻ. ആൻഡ് ഡി ക്യൂ ഓപ്പറേഷൻ ഡിലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താ കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ടത്? വെദർ ക്യൂ ഈസ് എംപ്റ്റി ഓർ നോട്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്യുക. അത് ചെക്ക് ചെയ്യാൻ എളുപ്പം ക്യൂ എംപ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് ഈസ് ഈക്വൽ ടു -1. അപ്പോൾ ഫ്രണ്ട് -1 ആണെങ്കിൽ ക്യൂ എംപ്റ്റി ആണ്. സോ വിൽ പ്രിൻ്റ് എ മെസ്സേജ് ഡി ക്യൂ ഓപ്പറേഷൻ ഈസ് നോട്ട് പോസിബിൾ. ഓക്കെ. അതർവൈസ് പ്രിൻ്റ് ദി ഫ്രണ്ട് പോയിന്റ് ചെയ്യുന്ന എലമെൻ്റ് ഏതാണോ ക്യൂവിൽ അത് പ്രിൻ്റ് ചെയ്യുക. അതായത് ക്യൂ ഓഫ് ഫ്രണ്ട് എന്നുള്ളത് പ്രിൻ്റ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ഫ്രണ്ടിനെ അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ ഫ്രണ്ടിനെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടും റിയറും ഒരേ പോയിന്റിലാണെങ്കിൽ, അതായത് ഫ്രണ്ടും റിയറും ഒരേ പൊസിഷൻ വരുന്നത് എപ്പോഴാണ്? ക്യൂവിൽ ആകെ ഒരേ ഒരു എലമെൻ്റ് ഉള്ളപ്പോഴാണ് ഫ്രണ്ടും റിയറും ഒരേ പൊസിഷനിൽ വരിക. അങ്ങനെയാണെങ്കിൽ ഫ്രണ്ടും റിയറിന് ആ എലമെൻറ്റ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഫ്രണ്ടും റിയറും -1 ആവും. ഒരു എലമെൻ്റേ ഉള്ളൂ ക്യൂവിൽ. അതാണ് ഒരു കണ്ടീഷൻ. അല്ലെങ്കിൽ അടുത്തൊരു ഇൻക്രിമെൻറ്റ് ഫ്രണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത്. ചിലപ്പോൾ ഫ്രണ്ട് ഇപ്പോൾ പോയിന്റ് ചെയ്യുന്നത് സൈസ് -1 ആണ്, അതായത് ലാസ്റ്റ് പൊസിഷനിലാണ്, സൈസ് -1 അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ദെൻ ഫ്രണ്ട് ഈസ് ഈക്വൽ ടു 0. അതർവൈസ് ഇത് രണ്ടും അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫ്രണ്ടിനെ ജസ്റ്റ് ഇൻക്രിമെൻറ്റ് ചെയ്യാം. ഫ്രണ്ട് ഈസ് ഈക്വൽ ടു ഫ്രണ്ട് +1. ഇതാണ് ഡി ക്യൂ ഓപ്പറേഷൻസ്. അപ്പോൾ ഇത് എങ്ങനെ പ്രോഗ്രാം എഴുതാമെന്നുള്ളത് നോക്കാം. അപ്പോൾ സി പ്രോഗ്രാം എഴുതുമ്പോൾ ഇനീഷ്യലി #include stdio.h ആദ്യം തന്നെ നമ്മൾ ഹെഡർ ഫയൽ ഇൻക്ലൂഡ് ചെയ്യുന്നു. ദെൻ നമ്മൾക്ക് ക്യൂവിൻ്റെ സൈസ്
നമ്മൾ ഡിഫൈൻ ചെയ്യാം. ഇത് നമുക്ക് പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ് വെച്ചിട്ട് ഡിഫൈൻ ചെയ്യാം. അതായത് ഹാഷ് ഡിഫൈൻ എന്ന് പറഞ്ഞ ഡയറക്റ്റീവ് വെച്ചിട്ട് ഡിഫൈൻ ചെയ്യാം. ഹാഷ് ഡിഫൈൻ സൈസ് സ്പേസ് 5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സൈസ് എന്ന് പറഞ്ഞ വേരിയബിൾ, സൈസ് എന്ന് പറഞ്ഞ നെയിം, ആ സൈസ് എന്ന് പറഞ്ഞ നെയിം എവിടെ വരുന്നോ അതെല്ലാം 5 ആയിട്ട് റീപ്ലേസ് ആവും. അതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ നമുക്ക് ഡിക്ലെയർ ചെയ്യാം, ഗ്ലോബലായിട്ട് ഡിക്ലെയർ ചെയ്യാം. നമുക്ക് ഫ്രണ്ടും റിയർ എന്ന് പറഞ്ഞ 2 വേരിയബിൾ എല്ലാ ഫംഗ്ഷൻസിലും യൂസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് അത് ഗ്ലോബലായിട്ട് ഡിക്ലെയർ ചെയ്യാം. ഇനീഷ്യൽ അതിൻ്റെ വാല്യൂ -1. അതിനുശേഷം നമുക്ക് ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ അറേ അല്ലെ, ക്യൂ, സർക്കുലർ ക്യൂ നമ്മൾ ഗ്ലോബലായിട്ട് ഡിക്ലെയർ ചെയ്യുക. അതും എല്ലാ ഫംഗ്ഷൻസിലും യൂസ് ചെയ്യുന്നതുകൊണ്ട് അതും ഗ്ലോബലായിട്ട് ഡിക്ലെയർ ചെയ്യാം. ക്യൂ അത് ഇനീഷ്യലൈസ് ചെയ്യുന്നത് എത്ര എലമെൻറ്റ്സ് നമ്മൾ സൈസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, ആ സൈസ് വെച്ചിട്ട് അത് ഇനീഷ്യലൈസ് ചെയ്യുന്നു. അതിനുശേഷം ഇതിലുള്ള ഫങ്ഷൻസ് നമുക്ക് എഴുതാം. നമ്മൾ ഇൻസെർട്ട് എന്നുള്ള ഫംഗ്ഷൻ, ഡിലീറ്റ് എന്നുള്ള ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്, ഡിസ്പ്ലേ എന്നുള്ള ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇൻസെർട്ടിന് പകരം നിങ്ങൾക്ക് NQ എന്നും DQ എന്നും ഫംഗ്ഷൻ എഴുതാം. ഞാനൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇൻസെർട്ട് ഡിലീറ്റ് ഡിസ്പ്ലേ എന്ന് എഴുതിയിരിക്കുന്നത്. അത് നിങ്ങൾക്ക് NQ DQ ഡിസ്പ്ലേ എന്നാണ് ശരിക്കും എഴുതുക. ഓക്കെ, അതിനുശേഷം നമുക്ക് മെയിൻ ഫംഗ്ഷൻ ഉണ്ട്. ഓക്കെ, മെയിൻ ഫംഗ്ഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻസെർട്ട് ചെയ്യേണ്ട നമ്പർ ആണ് ക്യൂവിലേക്ക് എപ്പോഴാണ് ഇൻസെർട്ട് ചെയ്യുന്നത്. ഒരു കാര്യം ചെയ്യുന്നുള്ളൂ, യൂസറിൽ നിന്നുള്ളൊരു നമുക്ക് ഏത് ഫംഗ്ഷനാണ് ചെയ്യേണ്ടതെന്നുള്ളൊരു ഓപ്ഷൻ റീഡ് ചെയ്യുന്നു. അതിനുശേഷം കറസ്പോണ്ടിങ് ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. അപ്പോൾ ഓപ്ഷൻ റീഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് OP എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ ഉണ്ട്. ഓക്കെ, അതിനുശേഷം ഇതൊരു മെനു ഡ്രോൺ പ്രോഗ്രാം പോലെ എഴുതാം. മെനു ഡ്രോൺ എന്ന് പറഞ്ഞാൽ ഒരു മെനു എപ്പോഴും അവിടെ ഉണ്ടായിരിക്കും. മെനുവിൽ എക്സിറ്റ് എന്നുള്ള ഓപ്ഷൻ എൻട്രി ചെയ്യുമ്പോൾ മാത്രം എക്സിറ്റ് ആവും. അപ്പോൾ ഇത് അല്ലാത്ത സമയം ഫുൾ ടൈം അവിടെ ഉണ്ടാവേണ്ടത് കൊണ്ട് നമ്മളതൊരു ഇൻഫിനിറ്റ് ലൂപ്പിലാണ് എഴുതുക. അതാണ് ഒരു വൈൽ 1 എന്ന് പറയുന്നത്. വൈൽ 1 എന്ന് പറഞ്ഞ ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫിനിറ്റ് ലൂപ്പാണ്. ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ നിന്നും എക്സിറ്റ് ആയാൽ മാത്രമേ ഇത് എക്സിറ്റ് ആവുള്ളൂ, അല്ലെങ്കിൽ ഇത് ഇൻഫൈനൈറ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും ഈ ലൂപ്പ്. അതാണ് ഇൻഫിനിറ്റ് ലൂപ്പ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ഓപ്ഷൻസ് എല്ലാം പ്രിൻറ്റ് ചെയ്യുക. ഇൻസെർട്ട്, ഡിലീറ്റ്, ഡിസ്പ്ലേ, എക്സിറ്റ്, ദെൻ എൻ്റർ ദി ഓപ്ഷൻ. അപ്പോൾ യൂസർ എൻട്രിയും അത് നമ്മൾ OP എന്ന് പറഞ്ഞ വേരിയബിളിലോട്ട് റീഡ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മളൊരു സ്വിച്ച് വെച്ചിട്ട് പല കേസസ് ആയിട്ട് നമ്മൾക്ക് കൺസിഡർ ചെയ്യും. അത് കേസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OPയുടെ വാല്യൂ 1 ആണെങ്കിൽ നമ്മൾ ഇൻസെർട്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷനെ കോൾ ചെയ്യും. ഓക്കെ, അതിനുശേഷം ബ്രേക്ക്. പിന്നെ കേസ് 2 ആണെങ്കിൽ 2 ആണ്, OPയുടെ വാല്യൂ 2 ആണെങ്കിൽ വി കോൾ ഡിലീറ്റ് എന്നുള്ള ഫംഗ്ഷനാണ് നമ്മൾ കോൾ ചെയ്യുന്നത്. കേസ് 3 ആണെങ്കിൽ ഡിസ്പ്ലേ എന്ന് പറഞ്ഞിട്ട് കോൾ ചെയ്യും. കേസ് 4 ആണെങ്കിൽ എക്സിറ്റ് എന്ന് പറഞ്ഞിട്ട് കോൾ ചെയ്യും. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ ഫങ്ഷൻസ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഡിഫോൾട്ട് ഈ ഓപ്ഷൻസ് ഒന്നും അല്ലെങ്കിൽ ഇൻവാലിഡ് ചോയ്സ് എന്ന് പറഞ്ഞിട്ട് പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ഫങ്ഷൻ. ഇനി നമുക്ക് ഇൻസെർട്ട്, ഡിലീറ്റ് എന്നുള്ള ഫങ്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇൻസെർട്ട് എന്ന് പറഞ്ഞ ഫങ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇൻസെർട്ട് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ക്യൂ ഫുള്ളാണെന്ന് നോക്കണം. ഫുള്ളാണെന്ന് നോക്കാനുള്ള കണ്ടീഷൻ ഫ്രണ്ട് ഈസ് ഈക്വൽ ടു 0, റിയർ ഈസ് ഈക്വൽ ടു സൈസ് -1 ആണോ നോക്കുക. ഓറിന് വേണ്ടിയിട്ടുള്ള സിമ്പിളാണിത്. 2 പൈപ്പ് സിമ്പിളാണത്. പൈപ്പ് സിമ്പിൾ എന്ന് പറഞ്ഞാൽ എൻ്ററിൻ്റെ മുകളിൽ കാണും നിങ്ങൾ ആ ഒരു ലൈൻ. അങ്ങനെ രണ്ട് ലൈൻ ഇടണം. അതാണ് ഓർ എന്ന് പറഞ്ഞ സിമ്പിൾ. ഒന്നെങ്കിൽ ഈ ഒരു കണ്ടീഷൻ, അല്ലെങ്കിൽ ഫ്രണ്ട് ഈസ് ഈക്വൽ ടു റിയർ +1. ഇതിലേതെങ്കിലും ഒരു കണ്ടീഷൻ ആണെങ്കിൽ ക്യൂ ഫുള്ളാണ്, നമുക്ക് ഇൻസെർട്ട് ചെയ്യാൻ പറ്റില്ല. ഇനി എൽസ് ആണെങ്കിലാണ് നമ്മൾ ഇൻസെർട്ട് ചെയ്യാൻ നോക്കുന്നത്. എൽസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസറുടെ അടുത്ത് നമ്പർ ഇൻസെർട്ട് ചെയ്യാൻ പറയും. കാരണം നമുക്ക് ഇൻസെർട്ട് ചെയ്യാൻ ഇപ്പോൾ ഓക്കെയാണ്. അപ്പോൾ നമ്മളൊരു മെസ്സേജ് പ്രിൻറ്റ് ചെയ്യുക, എൻ്റർ നമ്പർ ടു ബി ഇൻസെർട്ടഡ്, ദെൻ scanf &no എന്ന് പറഞ്ഞിട്ടുള്ള നമ്പറിൽ വേരിയബിളിലോട്ട് നമ്മൾ റീഡ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഇനി ഇൻസെർട്ട് ചെയ്യാൻ പോകണം. ഇൻസെർട്ട് ചെയ്യുമ്പോൾ നമുക്ക് റിയർ അപ്ഡേറ്റ് ചെയ്യണം. റിയർ അപ്ഡേറ്റ് ചെയ്തിട്ട് ആ പൊസിഷനിലോട്ട് ഇൻസെർട്ട് ചെയ്യുക. അപ്പോൾ റിയർ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് റിയർ എന്ന് പറയുന്നത് ഇപ്പോൾ സൈസ് -1 പോയിന്റ് ചെയ്യുന്നതെങ്കിൽ, റിയർ സൈസ് -1 പോയിന്റ് ചെയ്യുന്നതെങ്കിൽ, ഓക്കെ, ഈ ഒരു ഫിഗർ നോക്കി നിങ്ങൾക്കറിയാം. റിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് 10 എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യാവുന്ന ഒരു സർക്കുലർ ക്യൂ ആണ്. അതിൽ റിയർ ഇപ്പോൾ പോയിന്റ് ചെയ്യുന്നത് 9 എന്ന് പറയുന്നത്, അതായത് സൈസ് -1 10 -1 9ലാണ് ഇപ്പോൾ പോയിന്റ് ചെയ്യുന്നതിൽ. ദെൻ നെക്സ്റ്റ് ലൊക്കേഷൻ എന്തായിരിക്കും? നെക്സ്റ്റ് ലൊക്കേഷൻ ഈസ് 0 ആയിരിക്കും അല്ലേ. അപ്പോൾ റിയർ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ റിയർ ഈസ് ഈക്വൽ ടു സൈസ് -1 ആണെങ്കിൽ റിയർ ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഇനി എൽസ് കണ്ടീഷൻ. എൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയർ എന്ന് പറയുന്നത് വേറൊരു വാല്യൂവിൽ, ഏതെങ്കിലും ഒരു വാല്യൂവിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സോ ജസ്റ്റ് വി ഇൻക്രിമെൻറ്റ് ദി റിയർ. അപ്പോൾ റിയർ ഈസ് ഈക്വൽ ടു റിയർ +1.
ഇത് പലതരത്തിലും ചെയ്യാം. ഞാനൊരു സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് പറഞ്ഞത്. പല രീതിയിലും ചെയ്യാം. നിങ്ങൾക്ക് മോഡുലസ് ഓപ്പറേഷൻ വെച്ചിട്ടൊക്കെ എഴുതാം. അപ്പോൾ ഇത് ഇങ്ങനെ 2 കണ്ടീഷനായിട്ട് എഴുതുക. എൽസ് ആണെങ്കിൽ റിയർ ഈസിക്കൽ ടു റിയർ പ്ലസ് 1. ഓക്കെ, അപ്പോൾ നമുക്ക് റിയറിൻ്റെ പൊസിഷൻ കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ക്യൂവിലേക്ക് ഇൻസെർട്ട് ചെയ്യാം. അപ്പോൾ ക്യൂ ഓഫ് റിയർ ഈസിക്കൽ ടു നമ്പർ. ഓക്കെ, അപ്പോൾ ഇൻസെർട്ട് ചെയ്തു. ഇനി ഇൻസെർട്ട് ചെയ്യുമ്പോൾ ഞാനൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സപ്പോസ് ഫസ്റ്റ് എലമെൻ്റ് ആണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഫ്രണ്ട് 0 ആണ്, ഫ്രണ്ട് -1 ആയിരിക്കും ഇപ്പോഴും. ഫസ്റ്റ് എലമെൻ്റ് ആണെങ്കിൽ ഫ്രണ്ട് -1 ആയിരിക്കും. അപ്പോൾ ഫ്രണ്ടിനെ 0 ആക്കണം. ഇഫ് ഫ്രണ്ട് ഈസിക്കൽ ടു -1 ദെൻ ഫ്രണ്ട് ഈസിക്കൽ ടു 0. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മുടെ NQ അല്ലെങ്കിൽ ഇൻസെർട്ട് എന്ന് പറഞ്ഞ ഓപ്പറേഷൻ കംപ്ലീറ്റ് ആവുന്നത്. ഓക്കെ, ഇനി നമുക്ക് DQ അല്ലെങ്കിൽ ഡിലീറ്റ് ഓപ്പറേഷൻ എങ്ങനെ ചെയ്യുന്നു നോക്കാം. നമ്മൾ ആദ്യം തന്നെ ക്യൂ എംറ്റി ആണോ നോക്കി. അപ്പോൾ ഫ്രണ്ട് ഈസിക്കൽ ടു -1 ആണോ എന്ന് ചെക്ക് ചെയ്തു. -1 ആണെങ്കിൽ ദി സർക്കുലർ ക്യൂ ഈസ് എംറ്റി. എൽസ് ആണെങ്കിൽ എന്താ, നമ്മൾക്ക് ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ ദി ഡിലീറ്റഡ് എലമെൻറ്റ് ഈസ്, നമുക്ക് ഏത് എലമെൻ്റ് ആണ് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ എഴുതി. ഡിലീറ്റഡ് എലമെൻറ്റ് ഈസ് ക്യൂ ഓഫ് ഫ്രണ്ട്. അതിന് ശേഷം ഇനി ഫ്രണ്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുകയാണ്. അപ്പോഴാണ് നമുക്ക് ഡിലീറ്റ് ചെയ്തു എന്ന് കാണിക്കാൻ പറ്റുമോ. അപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ സൈസ് -1 ആണോ നോക്കും. ഫ്രണ്ട് സൈസ് -1 ആണെങ്കിൽ നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഫ്രണ്ട് ഈസിക്കൽ ടു 0. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഒരു ഫിഗർ നോക്കി കഴിഞ്ഞാൽ 78 എന്നുള്ള വാല്യൂ ഡിലീറ്റ് ആയി എന്നുള്ളതാണ് നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, ഫ്രണ്ട് ഈസിക്കൽ ടു 0. ഇനി എൽസ് ഇഫ് ഫ്രണ്ട് ഈസിക്കൽ ടു റിയർ, ഫ്രണ്ടും റിയറും ഒരു പൊസിഷനിലാണ് പോയിന്റ് ചെയ്യുന്നതെങ്കിൽ, അതായത് ഞാൻ പറഞ്ഞു ഫ്രണ്ടും റിയറും ഒരേ പൊസിഷനിൽ വരുന്നത് എപ്പോഴാണ്? ഒരു എലമെൻറ്റ് മാത്രം ക്യൂവിലുള്ളപ്പോഴാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഫ്രണ്ടിനെ -1 ആക്കി, റിയറിനെ -1 ആക്കി. ബിക്കോസ് ഒരേ ഒരു എലമെൻ്റ് ഉള്ളൂ. അത് ഡിലീറ്റ് ആയി പോയി കഴിഞ്ഞാൽ ഫ്രണ്ടും റിയറും -1 ആയിരിക്കും. ഓക്കെ, ഇനി എൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാ കേസ്. അതായത് ഫ്രണ്ട് പോയിന്റ് ചെയ്യുന്നത് വേറെ ഏതെങ്കിലും വേരിയബിളാണ് പോയിന്റ് ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? ഫ്രണ്ട് ജസ്റ്റ് നമ്മൾ ഇൻക്രിമെൻറ്റ് ചെയ്യും. ഫ്രണ്ട് ഈസിക്കൽ ടു ഫ്രണ്ട് +1. ഫ്രണ്ട് ജസ്റ്റ് ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യുക. ഇതാണ് ഡിലീറ്റ് ഓപ്പറേഷൻ. ഇനി ഡിസ്പ്ലേ ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂവിലുള്ളത് ഡിസ്പ്ലേ ചെയ്യണം. ക്യൂവിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് മുതൽ റിയർ വരയ്ക്കുള്ള എല്ലാ എലമെൻസും ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ നമ്മൾ ക്യൂ എംറ്റി ആണോ നോക്കും. ഫ്രണ്ട് ഈസിക്കൽ ടു -1 ആണോ നോക്കി. -1 ആണെങ്കിൽ സർക്കുലർ ക്യൂ ഈസ് എംറ്റി. എൽസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ക്യൂ പ്രിൻറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മളൊരു മെസ്സേജ് പ്രിൻറ്റ് ചെയ്ത് ദി ക്യൂ ഈസ് എന്ന് പറഞ്ഞിട്ട് പ്രിൻറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഫ്രണ്ട് തൊട്ടിട്ട് റിയർ വരയ്ക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വേരിയബിൾ I ഈസിക്കൽ ടു ഫ്രണ്ട്. കാരണം ഫ്രണ്ട് മാറ്റാൻ പറ്റില്ല നമുക്ക്. കാരണം ഫ്രണ്ട് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ പൊസിഷൻ പോവും. അതുകൊണ്ട് ഫ്രണ്ടിന് I എന്ന് പറഞ്ഞൊരു വേരിയബിളിലേക്ക് എടുക്കുന്നു. എന്നിട്ട് വൈൽ I നോട്ട് ഈക്വൽ ടു റിയർ ആവുന്ന വരയ്ക്കും നമ്മൾ പ്രിൻറ്റ് ചെയ്യുക. റിയർ ആവുന്ന വരയ്ക്കും പ്രിൻറ്റ് ചെയ്യുക. അപ്പോൾ ഐയുടെ വാല്യൂ ഇപ്പോൾ 8 ആണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അതെല്ലാവരും ശ്രദ്ധിക്കാം. നമുക്കിത് ഐയുടെ വാല്യൂവിനെ മോഡുലസ് ഓപ്പറേഷൻ വെച്ചിട്ട് ചെയ്യാം. മോഡുലസ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I ഈസിക്കൽ ടു I+1 മോഡ് സൈസ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോസ് ഇപ്പോൾ ഈ ഒരു കേസിൽ മോഡ്, ഇതൊന്ന് എല്ലാവരും ശ്രദ്ധിക്കുക. സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 10 ആണ്. ഈ ഒരു എക്സാമ്പിൾ 10 എലമെൻറ്റ്സ് ആണ് ക്യൂവിലുള്ളത്. അപ്പോൾ I നെക്സ്റ്റ് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കിൾ ആകുമ്പോൾ, ഇതെല്ലാവരും ഓർത്ത് വയ്ക്കുക, ഇത് കമ്പ്യൂട്ടറിലുള്ള ഒരു കാര്യമാണ്. സർക്കിളായിട്ട് നമ്മൾ വെക്കുകയാണെങ്കിൽ നെക്സ്റ്റ് പൊസിഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് I+1 മോഡ് സൈസ് ചെയ്താൽ മതി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 8 ആണെങ്കിൽ 8 അടുത്ത പൊസിഷൻ ഏതാ? 9 ആണ് അല്ലേ. അപ്പോൾ 8+1 എന്താ? 9 മോഡ് 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 ആണ് വരിക. അതായത് മോഡുലസ് ഓപ്പറേഷൻ എല്ലാവരും ഒന്ന് നോക്കുക. ഏത് വാല്യൂവിനെ കൊണ്ടാണോ മോഡ് ചെയ്യുന്നത് അതിനേക്കാളും ചെറുതാണെങ്കിൽ ആ വാല്യൂ തന്നെയായിരിക്കും കിട്ടുക. നിങ്ങൾ ഡിവൈഡ് ചെയ്യാനൊന്നും പോകണ്ട. ഇപ്പോൾ 9 മോഡ് 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 ആയിരിക്കും. 7 മോഡ് 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 ആയിരിക്കും. അത് 10നേക്കാളും ചെറിയ വാല്യൂ ആണെങ്കിൽ അത് തന്നെയായിരിക്കും. 10നേക്കാളും വലിയ വാല്യൂ ആണെങ്കിലാണ് നമുക്ക് ഡിവൈഡ് ചെയ്തിട്ടുള്ള റിമൈൻഡർ വരിക. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. മോഡുലസ് ഓപ്പറേഷൻ നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കും. ഇപ്പോൾ 8 ആണെങ്കിൽ 8+1 മോഡ് 10, അതായത് 9 മോഡ് 10. അപ്പോൾ 9 ആയിരിക്കും. നെക്സ്റ്റ് ഇൻഡെക്സ് 9 അല്ലേ. സപ്പോസ് ഇപ്പോൾ 9 ആണെന്ന് വിചാരിക്കുക, ഐയുടെ വാല്യൂ 9 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നെക്സ്റ്റ് വാല്യൂ എന്തായിരിക്കും? 9+1 മോഡ് 10, അതായത് 10 മോഡ് 10. അപ്പോൾ 0 വരും. ശരിയല്ല, നമ്മുടെ നെക്സ്റ്റ് ഇൻഡെക്സ് 0 ആണ്. ഇങ്ങനെയാണ് സർക്കിളായിട്ടുള്ള
ഇരിക്കുന്ന രീതിയിലുള്ള ഇൻഡെക്സിനെ എടുക്കുന്നത് കമ്പ്യൂട്ടറിൽ ഇങ്ങനെയാണ് എടുക്കുക. I = I + 1 mod 10. അപ്പോൾ നമ്മൾ ക്യൂവിലത്തെ വാല്യൂ പ്രിൻറ്റ് ചെയ്യുന്നു, I ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. ഇങ്ങനെ റിയർ വരയ്ക്കുള്ള ഫ്രണ്ടിൽ തൊട്ടിട്ട് ഫ്രണ്ട് നമുക്ക് ഇവിടെയായിരുന്നു, അവിടെ നിന്ന് റിയർ വരയ്ക്കുള്ള എല്ലാ എലമെൻസും പ്രിൻറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ റിയറിലുള്ള വാല്യൂം പ്രിൻറ്റ് ചെയ്യുന്നു. അപ്പോൾ റിയറിലുള്ള വാല്യൂ നമുക്ക് എങ്ങനെ പ്രിൻറ്റ് ചെയ്യാം? Q ഓഫ് റിയർ എന്നുകൊണ്ടും പ്രിൻറ്റ് ചെയ്യുന്നു. ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡിൽ ഞാൻ എഴുതിയതാണ്. നിങ്ങൾ വേറെ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നെറ്റ് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിസ്പ്ലേ ഓപ്പറേഷൻസ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ പ്രോഗ്രാം ഉള്ളത്. നമ്മൾ സെപ്പറേറ്റ് ഫങ്ഷൻസ് എല്ലാം എഴുതി കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി.